നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PM ശ്രീ വിഷയത്തിൽ UDF സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുവാൻ നാടകം കളിക്കുകയാണെന്ന് കെ രാജൻ MLA. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വിലയും നിരീക്ഷിച്ച് അസ്വാഭാവിക വർധനമുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. മാണിക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ FNHW കർക്കിടക ഫെസ്റ്റ് നടത്തി. നടത്തറ ഇരവിമംഗലം ALP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ പൊതുയോഗവും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ വിഷയത്തിൽ UDF സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുവാൻ നാടകം കളിക്കുകയാണെന്ന് കെ രാജൻ MLA. കേരളത്തിൽ PM ശ്രീ നടപ്പാക്കുവാൻ സർക്കാരിനെ ആരാണ് സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണമെന്നും കെ രാജൻ. ഡിജിറ്റൽ റിസർവേ നിർത്തലാക്കുവാൻ നീക്കം. ജീവനക്കാരെ വെട്ടിക്കുറച്ചത് ഡിജിറ്റൽ റിസർവേ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് കെ രാജൻ MLA. ഈ നീക്കം ഭൂമാഫിയകൾക്കാണ് ഗുണകരമാകുക. സംസ്ഥാന സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും കെ രാജൻ. ഇത് ഒപ്പിട്ടില്ലെങ്കിൽ ഈ നടപടി തുടർന്നു പോയാൽ അപകടമുണ്ടാകുമെന്ന് അദ്ദേഹത്തെ തപ്പ പറയുന്നത് പോലെ ആവർത്തിച്ചു പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ത് ഘടകമാണ്? ഇതിൽ തന്നെ പറയുന്നുണ്ട്, ദ PM ശ്രീ സ്കൂൾ ഷോക്കോസ് ഓഫ് ഓൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 be the example of schools and offer the benchmarking leadership to the other school in the neighborhood. വളരെ ക്ലിയർ ആണ്. PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള ഏത് സ്കീമിലും പഠിപ്പിക്കാൻ NEP 2020 ഷോക്കേസ് ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല എന്ന് ഇതിന്റെ അവസാനത്തെ ഘട്ടത്തിൽ പോലും ആവർത്തിച്ചു പറയുന്ന കേന്ദ്രത്തിന്റെ മുമ്പിൽ എന്തു മാറ്റും എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് PM ശ്രീ സ്കീമിൽ വിവിധ സംസ്ഥാനങ്ങൾ വാങ്ങിയിട്ടുള്ള പണവും ചെലവഴിച്ച സംഖ്യ കൊടുക്കുന്നുണ്ട്. 1 രൂപ പോലും കേരളം വാങ്ങിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഈ ഉത്തരത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ JB മേത്തറിന് ഈ ഗവൺമെന്റിന്റെ തന്നെ ഉപമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറയുന്നുണ്ട്, കീപ്പിംഗ് ഇൻ ദ വ്യൂ ലാർജർ പെർസ്പെക്ടീവ് ആസ് വെൽ ആസ് എഡ്യൂക്കേഷണൽ നീഡ്സ് ദ സ്റ്റേറ്റ് ചിൽഡ്രൻ ആർ 99.27 crores has been released as central share of the RTE entitlement component of Samagra Shiksha of Kerala during 2025-26. ഇനി എന്താണ് ഈ കേരളത്തിലെ ഗവൺമെന്റിന് അതിന്റെ മന്ത്രിമാർക്കുള്ള സംശയം? യഥാർത്ഥത്തിൽ എണ്ണി കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് മറുപടി പറയേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. JB മേത്തറിന് കേന്ദ്ര സഹമന്ത്രി കൊടുത്ത സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 36 സ്കൂൾ, ഇതിൽ ഉൾപ്പെട്ട തമിഴ്നാട് ഒഴികെയുള്ള 36 സ്കൂളുകളുടെ ലിസ്റ്റിൽ കേരള 0. തെരഞ്ഞെടുത്തിട്ടുണ്ടോ സ്കൂളുകൾ എന്ന ചോദ്യത്തിന് കേരള 0. ഇനി എന്താണ് കേരള ഗവൺമെന്റിന് സംശയം ഉണ്ടാകുന്നത്? PM ശ്രീ പദ്ധതി അറബിക്കടയിൽ പതിപ്പിക്കും എന്ന് പറഞ്ഞ വാചാടോപത്തെ കുറിച്ചല്ല ഇവിടെ തർക്കം. കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ അലവും കുടിയും മാറാതെ അതുപോലെ നടപ്പിലാക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ 6 ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞ ഈ പദ്ധതി ഇനി എന്താണ് നടപ്പിലാക്കിയിട്ട് മാറ്റാൻ പോകുന്നത്? MOUവിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ഇവർ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? MOUവിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവിന് ലഭ്യമായിട്ടുള്ള ഉത്തരമെങ്കിലും നോക്കി തെറ്റായി പറഞ്ഞ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറയാൻ തയ്യാറാകണം. മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെ തെറ്റായി പറഞ്ഞ ഒരു കാര്യത്തിന്. ആർട്ടിക്കിൾ 299 ആർട്ടിക്കിൾ 169 അതിന്റെ ഭാഗമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സും കോൺസ്റ്റിറ്റ്യൂഷനിലും പാർലമെന്ററി പ്രവർത്തനത്തിലും പരിമിതപ്രജ്ഞനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
കേരളത്തിലെ ഗവൺമെന്റ് മറുപടി പറയാൻ ഞാൻ ചോദിക്കുന്നുണ്ട്. PMC പദ്ധതി നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി എന്താണ്? NEP ഷോക്കേസ് ചെയ്യുന്ന പദ്ധതിയിൽ NEP നടപ്പിലാക്കേണ്ട എന്ന് കേന്ദ്രം സമ്മതിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള 6 പില്ലറുകളിൽ ഭേദഗതി വേണം എന്ന് കേരളം ആവശ്യപ്പെടുന്നുണ്ടോ? PMC സ്കൂളുകളുടെ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ സമ്മതിച്ചാൽ PMC സ്കൂളുകളുടെ മോണിറ്ററിംഗ് ആരുടെ കയ്യിലാകും? ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വിലയും നിരീക്ഷിച്ച് അസ്വാഭാവിക വർധനയുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 25 വരെയാണ് പരിശോധന. അതിനായി ജില്ലാ താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ റവന്യൂ, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലാ താലൂക്ക് തല പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ വിവിധ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർധന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് അരിമില്ലുകൾ ഉൾപ്പെടെ ഓപ്പൺ മാർക്കറ്റുകൾ പരിശോധിക്കുമെന്നത് മന്ത്രി അറിയിച്ചു. ഗുണനിലവാരമില്ലാത്തതോ മായം കലർന്നതോ ആയ അരി, ഭക്ഷ്യസാധനങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കും. അളവ് തൂക്കം കൃത്യമാണോ എന്നും ഉപഭോക്താക്കൾ കബളിക്കപ്പെടുന്നുണ്ടോ എന്നും മെട്രോളജി ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അരി, പലചരക്ക് സ്റ്റോക്ക് രജിസ്റ്ററുകൾ പരിശോധിച്ച് സ്റ്റോക്ക് സമയത്തെ പർച്ചേസ് ബിൽ പ്രകാരം വ്യാപാരി നിശ്ചയിച്ച വിലയ്ക്കു തന്നെയാണ് പഴയ സ്റ്റോക്ക് വിൽക്കുന്നതെന്ന് സ്ക്വാഡ് ഉറപ്പാക്കണം. പിന്നീട് എത്തിച്ചേർന്ന സ്റ്റോക്ക് മാത്രമേ പുതുക്കിയ വിലയ്ക്ക് വിൽക്കാവൂ എന്ന് വ്യാപാരിക്ക് നിർദ്ദേശം നൽകണം. സ്വകാര്യ അരിമില്ലുകൾ പരിശോധിച്ച് വർധന അടക്കം വിലയിരുത്തണം. മൊത്ത വ്യാപാരികൾ സ്റ്റോക്കും വിലയും അടങ്ങിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നും അരി പൂഴ്ത്തുകയോ വിതരണം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം. ചില്ലറ വ്യാപാരികളും വാങ്ങൽ വിൽപ്പന ബിൽ, ഇൻവോയ്സ് സൂക്ഷിക്കുന്നുണ്ടെന്നും വില വിവര പട്ടിക വ്യക്തമായി പ്രദർശിപ്പിച്ച് കൂടുതൽ ഈടാക്കുന്നില്ലെന്നും ഉറപ്പാക്കും. ബിൽ, ഇൻവോയ്സ് നൽകാതെ വിൽപ്പന നടത്തുന്ന സാഹചര്യം അനുവദിക്കില്ല. അനാവശ്യ വിലവർധന, പൂഴ്ത്തിവെപ്പ്, കരിച്ചന്ത എന്നിവ കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും. പരിശോധനാ വിവരങ്ങളും ക്രമക്കേടുകളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിശ്ചിത പ്രോഫോർമയിൽ എല്ലാ ദിവസവും ഗൂഗിൾ ഷീറ്റ് വഴി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് അടക്കമുള്ള ഗുരുതര ക്രമക്കേടുകൾ രേഖകൾ സഹിതം പോലീസിന് കൈമാറി 1955 അവശ്യ സാധന നിയമപ്രകാരം പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാടിക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ FNHW കർക്കിടക ഫെസ്റ്റ് നടത്തി. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഇന്ദിര സുധാകരൻ സ്വാഗതം പറഞ്ഞു. ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തൈക്കാട്ടുശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KG വിശ്വനാഥൻ കർക്കിടക മാസവും ആരോഗ്യ പരിപാലനവും എന്ന വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുത്തു. മാടിക്കത്തറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീന വൃത്തിയും ആരോഗ്യ സംരക്ഷണവും എന്നീ വിഷയത്തെപ്പറ്റി ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ ആശംസകൾ നേർന്നു. FNHWന്റെ റിസോഴ്സ് പേഴ്സൺ MV രജനി, CDS മെമ്പർമാരായ സ്മിത ഷിബു, മഞ്ജുഷ, സോഫി സോജൻ, GV കുസുമം, ലിസി ജോയ്, ശ്രീജ AS, അനുശ്രീ, സുബിഷ, ഗീത സുകുമാരൻ, ലത കാർത്തികേയൻ എന്നിവരും മെമ്പർ സെക്രട്ടറി രമേശ്, അക്കൗണ്ടന്റ് MM ദിവ്യ, RP, രമ്യ ബിജു, മറ്റ് ADS അംഗങ്ങൾ അടക്കം 100ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. കർക്കിടക മാസത്തിന് പ്രാധാന്യം നൽകുന്ന വിഭവങ്ങൾ ഓരോ വാർഡിൽ നിന്നും മത്സരത്തിനായി ഒരുക്കി. വാർഡ് 14 ഊരോഞ്ചേരി ADS ഫസ്റ്റ്, വാർഡ് 17 വെള്ളാനിശ്ശേരി ADS സെക്കൻഡ്, വാർഡ് 3 മുട്ടിക്കൽ ADS തേർഡ് പ്രൈസ് നേടി. കർക്കിടക മാസത്തിലെ വിഭവങ്ങളുടെ വിപണനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഖന്യ ബൈജു സമ്മാനദാനം നടത്തിയ ചടങ്ങിൽ എല്ലാ വാർഡ് മെമ്പർമാരും പങ്കെടുത്തു. സാമൂഹ്യ വികസന കൺവീനർ സ്മിത ഷിബു നന്ദി പറഞ്ഞു. നമുക്ക് തലമുറ മഴയ്ക്ക് വെക്കുമ്പോൾ ദുർഗായാലും പോകാം
എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അതിനെ നമ്മൾ കാർണവശത്വം അതായത് വെറുതെ. നടത്തറ ഇരുവിമംഗലം ALP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ പൊതുയോഗവും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള AR ജാതവേദൻ അവാർഡ്, KC രാജൻ മെമ്മോറിയൽ അവാർഡ് എന്നിവയും വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷാലി, നടത്തറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ജനാർദ്ദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിത് ചാക്കോ, ഉഷ ഉണ്ണികൃഷ്ണൻ, ഗിരിജ മധുപൊതുവാൾ, മോനിഷ പ്രതീഷ്, സ്കൂൾ PTA പ്രസിഡന്റ് KR രമേശ്, മുൻ ഹെഡ്മിസ്റ്റേഴ്സ് പ്രസന്നകുമാരി, സ്റ്റാഫ് അംഗം ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അദ്വൈത് KR, ആർച്ച വിസ്മയ MP എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ LKG മുതൽ 4ാം ക്ലാസ് വരെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള പുരസ്കാരവും എൻവോൺമെന്റുകളും വിതരണം ചെയ്തു. LKGയിലെ 1ാം സ്ഥാനത്തിന് അർഹനായ കുട്ടിയാണ് മാധവ് K. UKGയിലെ 1ാം സ്ഥാനം ദേവാർഷിത KS, ഡോക്ടർ ഓഫ് അഖിൽ KC, കിഴക്കുംപുറം വീട്. AIMS ഡോക്ടർ ഓഫ് സുമേഷ് MM, മച്ചിങ്ങപ്പള്ളത്ത് വീട്. UKG 2ാം സ്ഥാനം രാഹുൽ കൃഷ്ണ, സൺ ഓഫ് രഘുനാഥ് PA, പോലുവളപ്പിൽ വീട്. LKG UKG ക്ലാസ്സിലെ കുട്ടികളിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഇന്നേ ദിവസം അവാർഡ് ഏർപ്പെടുത്തിയ എല്ലാ കുട്ടികളെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. അടുത്ത വർഷങ്ങൾ അശാസ്ത്രീയ നിർമ്മാണം, കല്ലിടുക്ക് അടിപ്പാതയിൽ വെള്ളക്കെട്ട്. കല്ലിടുക്ക് അടിപ്പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ടും ചെളിയും. ഇതുമൂലം ദേശീയപാത കുറുകെ കടക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കാൽനടക്കാരും ഇരുചക്ര വാഹനങ്ങളും. തെക്കുഭാഗം കല്ലിടുക്ക് മഞ്ഞക്കുന്ന് മുതൽ പീച്ചി ഡാമിന്റെ അടിഭാഗം വരെയുള്ള ആളുകൾ ദേശീയപാത മുറിച്ചു കടക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ്. എന്നാൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലമാണ് ചെളി കുഴഞ്ഞുകിടക്കുന്നത്. ഇത് ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യമോ വെള്ളം നിരന്തരം അടിപ്പാതയിലേക്ക് എത്തുന്നത് തടയുവാനുള്ള സംവിധാനമോ ഇവിടെ ഒരുക്കിയിട്ടില്ല. തൊട്ടടുത്തുള്ള പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷൻ വഴക്കുംപാറ അടിപ്പാതകളിൽ ഈ പ്രശ്നമില്ല. ഏറ്റവും പുതുതായി നിർമ്മിച്ച അടിപ്പാതയാണിത്. ഇരുചക്ര വാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും കാൽനടയാത്രക്കാരുടെ കളങ്കാൽ വരെ ചെളി പുരളുന്നതും പതിവാണ്. ഇതോടുകൂടി മഴ സമയങ്ങളിൽ അടിപ്പാത ഉപയോഗിക്കുവാൻ കഴിയാത്ത നിലയാണ്. കല്ലിടുക്ക് ജംഗ്ഷനിലെ അടിപ്പാതയാണിത്. വാണിയമ്പാറ മുതൽ ചുവന്നോണ്ട് മുതൽ പൂവഞ്ചിറ, വഴുക്കുംപാറ, കൊമ്പഴ, തെക്കുംപാടം, മഞ്ഞക്കുന്ന്, മയിലാട്ടുംപാറ, താണിപ്പാടം, ആയോട് മേഖലയിലുള്ളവർക്കൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പഞ്ചായത്തിലും വില്ലേജിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്, സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട്. കാലങ്ങളായിട്ട് വേനൽക്കാലത്തും വർഷകാലത്തൊക്കെ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് കൊതുമൊട്ടിയിട്ട് ഡെങ്കിപ്പനി, ചിക്കൻ കുനിയൊക്കെ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ വെള്ളം ഭയങ്കരമായിട്ടുള്ള അഴുക്ക് വെള്ളമാണ്. പകർച്ചവ്യാധി കണ്ടമാനം ഉണ്ടാവാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്നും ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കല്ലിടുക്ക് ജനകീയ സമിതിക്ക് പറയാനുള്ളത്. നമ്മൾ പല പ്രാവശ്യം NHI പ്രോജക്റ്റ് ഡയറക്ടർ അടുത്ത് പറയുണ്ടായിട്ടുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറയണത് ചെയ്യാമെന്ന് പറയാന്നല്ലാതെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നോക്കാം, ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഇതിൽ ഇടപെടാം. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച്, പകർച്ചവ്യാധി നിയമം അനുസരിച്ച് ഇവർക്കൊക്കെ കളക്ടർക്കും DOMയ്ക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇടപെടാം. കർശനമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ളത്. തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും കാൽ വഴുതി താഴെ വീണ യുവതിയുടെ ജീവൻ രക്ഷിച്ച് RPF ഉദ്യോഗസ്ഥൻ. രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ CTV ന്യൂസിന്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ട്രെയിനിൽ കയറുവാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി പ്ലാറ്റ്ഫോമിൽ വീണ യുവതിയുടെ ജീവൻ രക്ഷിച്ച് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ശബരി എക്സ്പ്രസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെയാണ് യുവതി ട്രെയിനിൽ കയറാൻ ശ്രമിച്ചത്. ട്രെയിനിൽ കയറുന്നതിനിടെ കാൽ വഴുതി യുവതി ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീഴുകയായിരുന്നു. സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥൻ സന്തോഷ് ഇടപെട്ടു. യുവതിയെ വേഗത്തിൽ പിടിച്ചുവലിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയായിരുന്നു.
യുവതി വീഴുന്നത് കണ്ട് ഉടൻ ഇടപെട്ട് രക്ഷിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് വളരെ അപകടകരമാണെന്നും യാത്രക്കാർ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും സന്തോഷ് പറഞ്ഞു. സംഭവത്തിൽ യുവതിക്ക് കാര്യമായ പരിക്കുകളില്ല. നടത്തറ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും INTUC നേതാവുമായിരുന്ന MA ശങ്കരൻകുട്ടിയുടെ 4ാം ചരമവാർഷിക ദിനാചരണം വലക്കാവ് സെന്ററിൽ സംഘടിപ്പിച്ചു. പരിപാടി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ബെന്നി കളിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ, PK വിജേഷ്, NN രാമൻകുട്ടി, ബിന്ദു കാട്ടുങ്ങൽ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, അമ്പിളി രാമചന്ദ്രൻ, ജോബി വലക്കാവ്, ജലജ രാമചന്ദ്രൻ, EP സുധാകരൻ, വർഗീസ് കുവേലിൽ, ജോൺസൺ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. MA ശങ്കരൻകുട്ടിയുടെ പൊതുപ്രവർത്തനവും തൊഴിലാളി ക്ഷേമരംഗത്തെ സംഭാവനകളും അനുസ്മരിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. തൃശൂർ നേത്രദാനവും ശരീരദാനവും പ്രോത്സാഹിപ്പിക്കുവാൻ കുന്നംകുളം കേന്ദ്രമാക്കി വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബോധവൽക്കരണ ക്ലാസുകൾ, ക്യാമ്പയിൻ, സമ്മതപത്രം ശേഖരിക്കൽ എന്നിവ സംഘടനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കും. നേത്രദാനം, ശരീരദാനം എന്നിവയ്ക്ക് ആവശ്യമായ സഹായവും ട്രസ്റ്റ് നൽകും. മനോജ് കളത്തിൽ, ജയപ്രകാശ് ഇലവന്ത്ര, റെജി, KK സുബ്രഹ്മണ്യൻ, പ്രസാദ് പുലുക്കോടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആശുപത്രി ഉപരോധിക്കുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ഗേറ്റ് ഉപരോധിച്ച് നഴ്സുമാർ സമരം ശക്തമാക്കുന്നു. 3 വർഷമായി വേതനം വർദ്ധിപ്പിക്കാത്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം. സമരം 4 മാസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല. ഇതോടെ ഇന്നലെ രാത്രി മുതൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. ഇന്നും ലേബർ ഓഫീസർ നടത്തി ഇടപെടൽ പരാജയപ്പെട്ടതോടെയാണ് ഉപരോധം ആരംഭിച്ചത്. സമരം കടുപ്പിച്ച് നഴ്സുമാർ. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കേരള ഹിന്ദി പ്രചാരസഭ സുഗമ ഹിന്ദി പരീക്ഷാ സമ്മാന വിതരണം രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. കേരള ഹിന്ദി പ്രചാരസഭ 2025-26 വർഷത്തിൽ തൃശൂർ ജില്ലയിൽ നടത്തിയ CBSE ഇക്സ് സുഗമ ഹിന്ദി പരീക്ഷയിൽ മികച്ച വിജയം നേടി റാങ്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്കും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂൾ കുട്ടികൾക്കുമുള്ള സമ്മാന വിതരണം തൃശൂർ ടൗൺ ഹാളിൽ തൃശൂർ MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ചടങ്ങിൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണവും സമ്മാന വിതരണവും നടത്തി. കേരള ഹിന്ദി പ്രചാരസഭ പ്രസിഡന്റ് S ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ R അനിൽകുമാർ, ഗോപകുമാർ, ബിനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനും
മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നദികൾ, തോടുകൾ, അണക്കെട്ടുകൾ എന്നിവയുടെ സമീപങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരന്തരം ശ്രദ്ധിക്കുകയും ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘത്തിന്റെ 15ാം വാർഷികം 3-ന് പകൽ 2-ന് ചൊവ്വൂർ പാരിഷ് ഹാളിൽ നടക്കും. തൃശൂർ ഫർണിച്ചർ നിർമ്മാണ മേഖലയുടെ 200ാം വാർഷികവും 2ാം ലോക മഹായുദ്ധകാലത്ത് ആർമിക്ക് ചൊവ്വൂരിൽ നിന്ന് ഫർണിച്ചർ നിർമ്മിച്ച് നൽകിയതിന്റെ 85ാം വാർഷികവും ആഘോഷിക്കും. മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി MLA അധ്യക്ഷയാകും. ഫർണിച്ചർ നിർമ്മാണ മേഖലയിൽ 60 വയസ്സ് പൂർത്തിയാക്കിയ തൊഴിലാളികൾ, ഉടമകൾ, SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ, വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിക്കും. MJ വിൻസെന്റ്, CM രഘു, MO ബ്രൈറ്റോ, CK ഭരതൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും അറസ്റ്റിൽ. ചാഴൂർ വപ്പുഴ ചുള്ളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ തിടപ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തുകടന്ന് വിലപിടിപ്പുള്ള വിളക്കുകൾ മോഷ്ടിക്കുകയും പെരിങ്ങോട്ടുകര കൊട്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിലപിടിപ്പുള്ള തട്ടുകളും മയിലും മോഷ്ടിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള ചാഴൂർ കാഞ്ഞിരച്ചുവട് സ്വദേശി പണ്ടാന്തര വീട്ടിൽ ഷൈബീൻ, ചെമ്മാമ്പിള്ളി കായംപിള്ളി ആൽ സ്വദേശി കൊരമ്പി വീട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പെരിങ്ങോട്ടുകര കൊട്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 90,000 രൂപ വില വരുന്ന 7 തട്ടുകളും 1 മയിലും ചാഴൂർ വപ്പുഴ ചുള്ളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ തിടമ്പള്ളിയുടെ വാതിൽ പൊളിച്ച് അകത്തുകടന്ന് ഏകദേശം 75,000 രൂപ വിലമതിക്കുന്ന 15 വിളക്കുകളുമാണ് പ്രതിയായ ഷൈബിൻ കവർന്നത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ പോക്സോ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കാസർഗോഡ് ജില്ല മടിക്കൈ വില്ലേജ് ഓർച്ച സ്വദേശി UPC വീട്ടിൽ മുഹമ്മദ് സജീർ എന്നയാളെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 3 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സുരേഷ് കുമാർ ആണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കുന്നതിനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. 2021 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അതിജീവിതയെ കാണാതായതിനെ തുടർന്ന് അതിജീവിതയുടെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. വീണ്ടും വാർത്തയിലേക്ക്. 18 വയസ്സ് പ്രായമുള്ള അതിജീവിതയ്ക്ക് മാനഹാനി വരുത്തിയ കേസിൽ ക്ഷേത്രത്തിലെ പൂജാരിയെ 4 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. 18 വയസ്സുള്ള അതിജീവിതയെ ഏങ്ങണ്ടിയൂർ പോക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സമയം ക്ഷേത്രത്തിലെ പൂജാരി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ദേഹത്ത് കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതിയായ കർണാടക ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് നെല്ലിത്തട വീട്ടിൽ പ്രതീക് മെഹന്തൽ എന്നയാളെ 4 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സുരേഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 8 മാസം കൂടി അധിക തടവ് അനുഭവിക്കുന്നതിന് ശിക്ഷാവിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ചേരുംകുഴി ഇടവകാശം റൂക്കല രൂപത പുരോഹിതൻ ഫാദർ സെബാസ്റ്റ്യൻ കൂട്ടുങ്കൽ നിര്യാതനായി. 83 വയസ്സായിരുന്നു. 31 രാവിലെ 9:30 വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം 1:30 സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം 2:30 ചേരുംകുഴി പാരിഷ് ഹാളിൽ സംസ്കരിച്ചു. ആന്ധ്രാപ്രദേശ് മുൻ ചീഫ് സെക്രട്ടറി മിനി മാത്യുവിന്റെ മാതാവും തേക്കാനത്ത് മണ്ണൂക്കാടൻ പരേതനായ ഫ്രാൻസിസിന്റെ ഭാര്യയുമായ എൽസി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. തൃശൂർ കുന്നത്ത് കുടുംബാംഗമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 പാലാരിവട്ടം സൗത്ത് ജനതാ റോഡിലുള്ള സ്വഭവനത്തിൽ നിന്ന് ആരംഭിച്ച് രവിപുരം മാർ ഗീവർഗീസ് സഹദ സെമിത്തേരി പള്ളിയിൽ നടക്കും. മക്കൾ മിനി മാത്യു IAS, മത്തായി ഫ്രാൻസിസ്, മരുമകൻ മാത്യു സി കുന്നുങ്കൽ IAS. മിനി മാത്യുവും മാത്യു സി കുന്നുങ്കലും യഥാക്രമം ആന്ധ്രാപ്രദേശ്, കേരള കേഡറുകളിലെ IAS ഉദ്യോഗസ്ഥരാണ്. 3 പതിറ്റാണ്ട് നീണ്ട ഔദ്യോഗിക സേവനമാണ് ഇവർക്കുണ്ടായിരുന്നത്. ഹൈദരാബാദ് ജില്ലയുടെ ആദ്യ വനിതാ കളക്ടറായിരുന്ന മിനി മാത്യു ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്. പത്തനംതിട്ട ജില്ലയുടെ ആദ്യത്തെ കളക്ടറായിരുന്നു മാത്യു കുന്നുങ്കൽ. നിരവധി സുപ്രധാന പദവികൾ വഹിച്ച ശേഷം ഇന്ത്യ ഗവൺമെന്റിൽ സെക്രട്ടറി റാങ്കിലാണ് വിരമിച്ചത്. തൃശൂർ അതിരൂപത ചാൻസലർ റവറൻ ഫാദർ ഡൊമിനിക് തലക്കോടന്റെ പിതാവ് തലക്കോടൻ തോമ മകൻ ഔസേപ്പ് നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വേലൂർ ഫൊറോന പള്ളിയിൽ. തെക്കുംകര കുളങ്ങര വളപ്പിൽ പരേതനായ ശങ്കരൻകുട്ടി മകൻ നാരായണൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM ശ്രീ വിഷയത്തിൽ UDF സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുവാൻ നാടകം കളിക്കുകയാണെന്ന് കെ രാജൻ MLA. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വിലയും നിരീക്ഷിച്ച് അസ്വാഭാവിക വർധനമുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. മാണിക്കത്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ FNHW കർക്കിടക ഫെസ്റ്റ് നടത്തി. നടത്തറ ഇരവിമംഗലം ALP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ പൊതുയോഗവും മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.